ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറിച്ചിൽ നമുക്കറിയാം 85 ദിവസമായിട്ട് കുഷ്നെ മിൽ रहा है. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ദിവസം ഇങ്ങനെ സിറുസിറാന്ന് പറഞ്ഞിട്ട് 10,000 വന്നുകൊണ്ടിരുന്ന ലീഡർമാരൊക്കെ ഇപ്പോൾ വേറെ പണി തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഏതൊരു വിഷയത്തെയും തലമുടി കീറി പരിശോധിക്കുന്ന, നമ്മുടെ കണ്ണുപൂട്ടി സംസാരിക്കുന്ന സമദ് ഇരുവട്ടി, അതിനെ ചുക്കാൻ പഠിക്കുന്ന സജി ഡേവിസ്, അവരൊക്കെ ഇപ്പോൾ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പിനെ കാളമൊരുക്കുകയാണ്. സൗദിയിലേക്കും മറ്റ് വിദേശങ്ങളിലേക്കും നഴ്സുമാർക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് പണം പിരിക്കുന്ന പരിപാടിയാണ് അത്. എന്നാൽ അത് തുടക്കത്തിൽ തന്നെ ആ ഒരു ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ മറ്റുള്ളവർ അറിഞ്ഞതോടുകൂടി താറുമാറായിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും നഴ്സുമാർ വിദേശത്തേക്ക് ഇതുപോലെ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. ഇവർ എന്ന് പറയുന്നത് ജന്മന ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തി മാത്രം പരിചയമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് പൈസ പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. സജി ഡേവിസ് അതുപോലെ തന്നെ സമദ് ഇരുവട്ടിയുമായിട്ട് അകലം പാലിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു തട്ടിപ്പ് നടക്കാത്തതിൻ്റെ വിഷമത്തിൽ നമ്മുടെ സജി ഡേവിസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സജി ഡേവിസാണ് വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ ഹൈറിച്ചിൽ നിന്ന് വരുമാനമുണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ സമതൊക്കെ ചെറിയ രീതിയിൽ മാത്രമേ, ലക്ഷങ്ങൾ മാത്രമേ വരുമാനമുണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ് ഇവരുടെ ഡാറ്റകൾ പരിശോധിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത്. എന്നാൽ സജി ഡേവിസ് പല പേരുകളിലായിട്ട് സജി KS, ഡാനിയൽ ഡേവിസ്, ദേവസക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളിൽ കോടിക്കണക്കിന് വരുമാനമാണ് ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അവരുടെ SBI അക്കൗണ്ടുകളും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടുകളും അതുപോലെ തന്നെ മഞ്ഞപ്ര ബ്രാഞ്ചിലുള്ള SBI അക്കൗണ്ടും പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ID എന്ന് പറയുന്നത് HRSA 642749, HRDA 642778, HRDE 776638 എന്നൊക്കെയാണ്. അപ്പോൾ ഇവർ ഈ ഒരു തട്ടിപ്പ് പൊളിഞ്ഞതിൻ്റെ വിഷമത്തിൽ ഹൈറിച്ച് ജെനുവിൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈറിച്ച് ജെനുവിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ കുറേ സഹോദരന്മാർ വിന്നേഴ്സ് വേൾഡിൻ്റെ, വിന്നേഴ്സാണോ ലൂട്ടേഴ്സ് വേൾഡാണ്, ലൂട്ടേഴ്സ് വേൾഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ലൂട്ടേഴ്സ് വേൾഡ് ഗ്രൂപ്പുകളിലുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെസ്സേജ്. ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും ഉഡായിപ്പുകളാണ്, വിയർപ്പിൻ്റെ അസുഖമുള്ളവരാണ്, ചെയ്യുന്നതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. പാവപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. ഞങ്ങളാണ് രക്ഷകർ, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, ഞങ്ങൾ മാത്രമാണ് അധ്വാനിച്ച് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജന്മം വെറും പാഴായിപ്പോയല്ലോ. അയ്യോ എൻ്റെ അമ്പോ, വളരെ കഷ്ടം തന്നെ. ഇങ്ങനെ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് എല്ലാ ബഹുമാനവും വെച്ച് തന്നെ സജി ഡേവിസിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ട്, നിങ്ങൾ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ചിട്ടാണ് ഈ കോടിക്കണക്കിന് വരുമാനം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ തലമുറ പോലും പാഴായിപ്പോയല്ലോ. ഇവരുടെ ശാപം കൊണ്ടായിരിക്കും ഇവരുടെ തലമുറ പോലും പാഴായിപ്പോയി. അത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സഹതാപം തോന്നുന്നു.
എങ്ങനെയാണ് സഹതാപം തോന്നുക? കള്ളന്മാർക്കും ഇങ്ങനെയുള്ള പിടിച്ചുപറിക്കാർക്കും സഹതാപം പോയിട്ട് ഹൃദയം പോലുമില്ല എന്നാണ് കവികൾ പറയാറ്, അല്ലേ? ഇവർക്ക് അല്ലാതിരുന്നെങ്കിൽ ഇവർ വികലാംഗരായവരെയും കിടപ്പ് രോഗികളെയും ഹൈറിച്ചിൽ ജോയിൻ ചെയ്യിപ്പിക്കില്ലായിരുന്നു. എന്തു പറ്റി നിങ്ങൾക്ക്? ഈ കാണുന്ന 1 കോടിയോളം ജനങ്ങൾ വിശ്വാസമർപ്പിച്ച ഹൈറിച്ച് പൂട്ടിക്കാനാണോ? ഇതൊക്കെ കാണുമ്പോണ്ടല്ല, കയ്യകലത്തിലുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1,80,00,000 എന്ന് പറയുന്നത് വെറും ഡമ്മി ഐഡികളാണെന്ന് മനസ്സിലാക്കാത്ത വിഡ്ഢികൾ ഇനി ഈ കേരളത്തിലുണ്ടെന്ന് അറിയില്ല. അവരെയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ വിഡ്ഢികളായി മാറി എന്ന് പറയുന്നത്. ഹൈറിച്ച് ഓളികൾ തേച്ചും വിഡ്ഢികളാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. വെറും 37,000 ആളുകളുടെ ഡീറ്റെയിൽസ് മാത്രമേ നിങ്ങളുടെ വെബ്സൈറ്റിൽ കാണുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് 1,80,00,000 ആൾക്കാർ ഉണ്ട് എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ കളവ് പറയുന്നത്? 1,80,00,000 ജനങ്ങൾ വിശ്വാസമർപ്പിച്ച ഹൈറിച്ച് പൂട്ടിക്കാനാണോ? അത് തിരികെ വരിക തന്നെ ചെയ്യും. 1 കോടി ജനങ്ങളുടെ പ്രാർത്ഥനയാണ് ഹൈറിച്ച്, അവരുടെ ജീവിതമാണ് കൈറിച്ച്. കൈറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. അയ്യോ, ഹൈറിച്ച് ഹൈറിച്ച് എഴുതിയിട്ട് ലാസ്റ്റ് എഴുതി കൈറിച്ച് എന്നാണ്. കൈറിച്ച് തന്നെ. ഇതിനെക്കാട്ടി നല്ലത് വല്ല കയറെടുത്ത് കൊടുക്കുന്നത് തന്നെയാണ്. പിന്നെ ജനങ്ങളുടെ പുറകെ നടന്നിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കാനാണ് നിങ്ങൾക്ക് വിധി. ശരിയാണ്. ഈ വരുമാനം നിലച്ചപ്പോൾ നിങ്ങൾ ബ്രെയിൻ മാറ്റിവെക്കൽ, പിന്നെ മൈൻഡ് മാറ്റിവെക്കൽ എന്ന് പറഞ്ഞിരിക്കുന്ന ക്ലാസ്സുകൾ നടത്തുകയാണ്. 4,000-ഉം 6,000-ഉം വാങ്ങി നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ പുറകെ നമ്മളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പ് കളമൊരുക്കുകയാണ്. നിങ്ങളെ പുറകെ ഉണ്ട്. ഇടിയും ഉണ്ട്, നമ്മളും ഉണ്ട്. ഇടിക്ക് പുറകെ നമ്മളും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ പുറകെ നടന്നിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു നോക്കിയിരിക്കാനാണ് നിങ്ങളുടെ വിധി. ഇനിയും പല പല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, പല പല തട്ടിപ്പുകൾ ഞങ്ങൾ ചെയ്യുമെന്ന് മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. സജിത് ഡേവിസ് ചേച്ചി, അതൊക്കെ കണ്ട് ഇനി എങ്ങാനും അവിടെ ഗേറ്റിൽ ബിരിയാണി കൊടുത്താലോ എന്ന് നോക്കി നടക്കാനാണ് ഈ ജന്മം നിങ്ങളുടെ വിധി. ഇതൊരു ശരിയായിട്ടില്ല. അതിനിടയ്ക്ക് തമാശ പറഞ്ഞായിരിക്കും, എന്നിട്ട് ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് 4 ഇമോജി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോഴാണ് നമ്മുടെ ഷമീന മാഡം പറഞ്ഞ ആ വാക്കുകൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എതിരാളികൾ ശക്തരാണ് എന്ന്. നമ്മൾ ചെറിയ രീതിയിൽ കളിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ ആപ്പീസ് പൂട്ടിപ്പോയി. വലിയ കളികളൊന്നും കളിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ തന്നെ നിങ്ങൾ ആപ്പീസ് പൂട്ടിപ്പോയി. നിങ്ങളുടെ വക്കീലന്മാർക്ക് വാദിക്കാൻ പോലും വാക്കുകൾ കിട്ടാതായിപ്പോയി. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. മറ്റു സഹോദരങ്ങൾ ക്ഷമിക്കണം. അതെ, അവർക്ക് ഒരു ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. അവർ ആ പരിധി ഉടൻ തന്നെ ലംഘിക്കുന്നതായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ തട്ടിപ്പിലൂടെ സമ്പാദിച്ചു വെച്ച കോടികളിൽ നിന്ന് രോഗികൾക്കും വികലാംഗർക്കും അന്നന്നത്തെ അന്നത്തിന് വകയില്ലാത്തവർക്കും നിങ്ങൾ പൈസ വീതിയും വെച്ച് കൊടുക്കേണ്ടി വരും. പറ്റിക്കപ്പെട്ടവർക്ക് അവരുടെ പണം തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ അവർ നിങ്ങളെ തേടിയെത്തും. കാരണം ഇത് ഇടാതിരിക്കാൻ വയ്യ എന്നുള്ള കാരണമാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ജെന്യുവൻ സഹോദരങ്ങൾ, ഈ മെസ്സേജ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുക. അവിടെ കിടന്ന് നിങ്ങളുടെ ഇന്നത്തെ ചർച്ച മൊത്തം അതിൻ്റെ പുറകെ ആയിക്കൊള്ളട്ടെ. നല്ല ഇതാണല്ലേ. നമുക്കൊക്കെ വേറെ പണിയും കൂടിയുണ്ട്. ഇതൊന്നൊരു വർക്ക് ലോഡല്ല. അപ്പോൾ സജി ഡേവിസ് ചേച്ചി,
മാനവും മര്യാദയ്ക്കൊക്കെ ജീവിച്ചൂടെ? ആൾക്കാരെ പറ്റിക്കാതെ ഹൈറിച്ചിൽ പറ്റിച്ചിട്ട് കോടികൾ സമ്പാദിച്ചില്ലേ? ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ ഒരു തട്ടിപ്പ് നടത്തി പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്താതിരിക്കാൻ പറ്റില്ല. അല്ലാതെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കുക എന്ന് വിചാരിക്കില്ല. അത് തന്നെയാണ് ഈ തട്ടിപ്പന്മാരുടെയൊക്കെ അവസ്ഥ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈടി മുക്കുന്നത് വരെയല്ലേ ചെയ്യൂ ചേച്ചി. ചേച്ചി ചെയ്തോ. എന്തായാലും ഈടി അടുത്ത് തന്നെ ചേച്ചിയുടെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും ചെയ്യും. ചേച്ചിയൊക്കെ വിളിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് വിളിപ്പിക്കുക? അപ്പോൾ ബൈ.